ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ മീറ്ററിൻ്റെ അവസ്ഥ. ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാനതൊന്ന് അഴിച്ച് മാറ്റിയതിന് ശേഷം റീഫിറ്റിംഗ് ചെയ്യാൻ പോകുന്നതാണ്. പുതിയ പെയർ ഇതാണ്, ഈ കളറാണ് ഇടുന്നത്. മീറ്ററിന് അടിയിൽ വശം 3 പെയറായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതെല്ലാം അഴിച്ചതിന് ശേഷം ഇതിൻ്റെ പുറകിൽ വശത്തായിട്ട് 1 2 3 4 5 സ്ക്രൂകളാണുള്ളത്. ഞാനിപ്പോൾ ഈ 5 സ്ക്രൂകളും റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് കുറച്ച് ടൈറ്റായിട്ട് ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്തെടുക്കണം. അതിനുശേഷം കാണിച്ചു തരാം ഗൈസ്. ഞാനിതിപ്പോൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അത്ര എളുപ്പമൊന്നുമല്ല ഇത് അഴിച്ചെടുക്കാനായിട്ട്. നമ്മുടെ മീറ്ററിൻ്റെ ഉൾവശം ഇങ്ങനെയാണ്. ഇത് BS6 മോഡലാണ്, ഡ്യൂക്ക് 200. അതിൻ്റെ ഡിസ്പ്ലേയും ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ എളുപ്പമാണെന്ന് വിചാരിച്ചാൽ അത്ര എളുപ്പമല്ല ഊരിയെടുക്കാനും കാര്യങ്ങളൊക്കെ. ഗൈസ്, നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം റീസെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നല്ല രീതിയിൽ ഇൻസുലേഷൻ ടൈപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇതിന് വരുന്ന എല്ലങ്കി 5-ൻ്റെ എല്ലങ്കിയാണ്. 5-ൻ്റെ എല്ലങ്കി. വണ്ടിയുടെ ടൂൾ സ്കിറ്റിൽ തന്നെ 2-ൻ്റെയും 3-ൻ്റെയും എല്ലങ്കികളുണ്ടാവും. ഈ മീറ്റർ ബോർഡിൻ്റെ അടിഭാഗം അഴിക്കുന്നതിനായി ആവശ്യമായിട്ടുള്ളതാണ് ഇതെല്ലാം. ഇപ്പോൾ പകുതി ഫിറ്റിംഗ് കഴിഞ്ഞു ഗൈസ്. ഇനി ഇതിന് അടിഭാഗം അടിക്കുന്നൊരു ബോക്സ് കൂടിയുണ്ട്. വയറൊന്നും അതിൽ പെടാതെ തന്നെ നല്ല ക്ലിയറായിട്ട് സെറ്റാക്കി ഇടുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.